ദിവ്യ, ഈ കാസർഗോഡ് മണ്ഡലത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇടതുമുന്നണി പ്രവർത്തകർക്ക് വൈകാരികമായി ബന്ധമുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ എന്നിട്ടും രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം അത് മറിഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി ഇക്കുറിയും ആ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനും UDF പറയുന്നത്. എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്ന് ഈ സീറ്റ് നിങ്ങൾ പിടിച്ചെടുക്കുക? ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ മഹാത്മ്യം കൊണ്ടല്ല ഈ മണ്ഡലം നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾക്കാകെ ഉണ്ടായിട്ടുള്ളൊരു ഭയം. കാരണം ഈ രാജ്യത്ത് BJPയുടെ ഒരു ഗവൺമെന്റ് വരരുത്, അത് ആഗ്രഹിച്ച ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കാസർഗോഡുണ്ട്. ആ ഒരു ട്രെൻഡിൽ മാത്രം ഒരുപക്ഷെ നമുക്ക് നഷ്ടമായതാണ്, അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു മഹാത്മ്യം കൊണ്ടല്ല. പക്ഷെ ഇപ്രാവശ്യം എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നുള്ളത് കാസർഗോഡ് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഉണ്ണിച്ചയായി എന്നുള്ളത് ഉണ്ണിച്ചയുടെ ചുറ്റും നിൽക്കുന്ന ചിലർ പറയുന്ന കാര്യം മാത്രമാണ്. കാസർഗോഡുകാരെ സംബന്ധിച്ച്, കാസർഗോഡിലെ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ണിച്ചയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല കാസർഗോഡ് ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. MP ആയി ഈ നാടിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്തും ഈ നാട്ടിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന നല്ല തൻ്റെ ഇടമുള്ള, നല്ല നട്ടലുള്ള ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ കേവലം ഉണ്ണിച്ചയായിട്ട് മാറി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നായിട്ടാണ് കാസർഗോഡ് ജനങ്ങൾ. സുരേഷ് കുമാർ, നോക്കൂ, രാജ്മോഹൻ ഉണ്ണിത്താനെ തിരഞ്ഞെടുത്ത് ഇടതുപാളയത്തിൽ നിന്ന് സീറ്റ് സ്വന്തമാക്കുമ്പോൾ അത് നിലനിർത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തൊക്കെ ചെയ്തു എന്ന ചോദ്യവും പ്രസക്തമാണ്. നിങ്ങൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന പ്രകടന പത്രികയടക്കം ഒട്ടേറെ വിഷയങ്ങളുണ്ട്, നമുക്ക് ആ വിഷയങ്ങളിലേക്കൊക്കെ വരാം. പക്ഷേ ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് വോട്ടർമാർ രാജ്മോഹൻ ഉണ്ണിത്താനെ എന്തിനു വേണ്ടി പാർലമെന്റിലേക്ക് അയക്കണമെന്നൊരു ചോദ്യമുണ്ട്. നേരത്തെ പി ദിവ്യ പറഞ്ഞത് തുടർച്ചയായി പറഞ്ഞാൽ ഉണ്ണിച്ചയാവാൻ വേണ്ടിയല്ലല്ലോ രാജ്മോഹൻ ഉണ്ണിത്താനെ തെരഞ്ഞെടുത്തത്, ഈ ഗർജിക്കുന്ന സിംഹമാകാനല്ലേ. അവിടെ അദ്ദേഹം വലിയ രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് കിട്ടുന്ന